ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ PYQ ഡിസ്കഷൻ 4-ാമത്തെ ദിവസമാണ്. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LDC 2024 കോട്ടയം കോഴിക്കോട് ജില്ലയിൽ നടന്ന ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. തുടക്കക്കാരായ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഇനിയെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റിലേക്ക് വരാവുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് എന്താണ്? IBRD, നബാർഡ്, IMF, RBI. പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണിത്. കാരണം നബാർഡും അതേപോലെ തന്നെ IMF-ഉം RBI-യും അതിൻ്റെ കൂടെ ഉള്ളതാണ് IBRD എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ IBRD എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ വലിയ പ്രയാസമൊന്നും വരുന്നില്ല. അപ്പോൾ ലോകബാങ്കിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IBRD, അതായത് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് ലോകബാങ്ക് അല്ലെങ്കിൽ IBRD-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ലോകബാങ്കിന്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ലോകബാങ്ക് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1944 ഡിസംബർ 27-നാണ് ലോകബാങ്ക് നിലവിൽ വന്നത്. പ്രവർത്തനം ആരംഭിച്ചത് 1946 ജൂൺ 25-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഷിംഗ്ടൺ DC ആണ് ഇതിന്റെ ആസ്ഥാനം. മൊത്തം അംഗസംഖ്യ 189 ആണ്. ലോകബാങ്കിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നുള്ളതാണ് ലോകബാങ്കിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ലോകബാങ്കിന്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുജീൻ മേയർ ആണ്. ലോകബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് യുജീൻ മേയർ. ലോകബാങ്കിന്റെ 14-ാമത്തെ പ്രസിഡന്റ് ആണ് അജയ് ബംഗ. ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ എന്ന് പറയുന്നത്. ഡേവിഡ് R. മാൽപാസ് രാജിവെച്ചതിനെ തുടർന്നാണ് അജയ് ബംഗ ലോകബാങ്കിന്റെ 14-ാമത്തെ പ്രസിഡന്റ് ആയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കാരണം ഇന്ത്യൻ വംശജനായതുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു ചോദ്യം ഇനിയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോകബാങ്കിന്റെ 14-ാമത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മക്കളെ അജയ് ബംഗയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. ആര് രാജിവെച്ചതിനെ തുടർന്ന് അജയ് ബംഗ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് R. മാൽപാസ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ലോകബാങ്കിന്റെ MD ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അതായത് CFO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകബാങ്കിന്റെ ആരാണ്? അത് ഇന്ത്യൻ വനിതയാണ്. നിയമിതയായ ഇന്ത്യൻ വനിതയാണ് അൻഷുള കാന്ത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ലോകബാങ്കിന്റെ MD ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിതയായ ഇന്ത്യൻ വനിതയുടെ പേരാണ് അൻഷുള കാന്ത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോകബാങ്കിന്റെ 2022 GDP റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ. 1-ാമത് അമേരിക്കയും. ഓർത്തു വച്ചോ. അപ്പോൾ ലോകബാങ്കിന്റെ 2022 GDP റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതായത് ലോകബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. IBRD എന്നതിന്റെ ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ലോകബാങ്ക് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1944 ഡിസംബർ 27-നാണ് ലോകബാങ്ക് നിലവിൽ വന്നത്. പ്രവർത്തനം ആരംഭിച്ചത് 46 ജൂൺ 25-നും. ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അംഗസംഖ്യ 189. ലോകബാങ്കിന്റെ ആപ്തവാക്യമാണ് ദരിദ്രരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി. അപ്പോൾ ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നതാണ് ലോകബാങ്കിന്റെ ആപ്തവാക്യം. ലോകബാങ്കിന്റെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. ലോകബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് യുജീൻ മേയർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക.
ലോകബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റ് ഇന്ത്യൻ വംശജനായിട്ടുള്ള അജയ് ബംഗയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആര് രാജിവെച്ചതിനെ തുടർന്നാണ് അജയ് ബംഗ 14ാമത്തെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ ഡേവിഡ് ആർ മാൽപാസ് ആണ്. ലോകബാങ്കിന്റെ MD ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിതയായ ഇന്ത്യൻ വനിതയാണ് അൻഷുള കാന്ത്. ലോകബാങ്കിന്റെ 2022 GDP റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 1ാമത്തേത് അമേരിക്കയാണ്. ഇനി നമുക്ക് കുറച്ച് ഓപ്പറേഷനുകൾ പഠിക്കാം. അന്താരാഷ്ട്ര നാണയനിധി IMF നിലവിൽ വന്നത് 1944 SCRT പ്രകാരം 1945 എന്നും പറയുന്നുണ്ട്. ഓപ്ഷൻ നോക്കുക, ഓപ്ഷനിൽ ഏതാണോ കാണുന്നത് അതനുസരിച്ച് ഉത്തരത്തിലേക്ക് എത്തുക. രണ്ടും വന്നു കഴിഞ്ഞാൽ നിലവിലെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുന്നതായിരിക്കും. അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധി IMF നിലവിൽ വന്നത് 1944, SCRT പ്രകാരം 1945. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന സങ്കീർണതകളിൽ ഇടപെടുകയും ചെയ്യുന്ന UN ഏജൻസിയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത്, അതായത് IMF. അപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരത കൈവരിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന സങ്കീർണതകളിൽ ഇടപെടുകയും ചെയ്യുന്ന UN ഏജൻസിയാണ് IMF, അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകളാണ് മക്കളെ ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും. അതായത് IBRDയും IMFുമാണ് ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്ന് അറിയപ്പെടുന്നത്. കൃഷിക്കും ഗ്രാമീണ വികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിക്കും ഗ്രാമീണ വികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്, ഇത് PSC ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കൃഷിക്കും ഗ്രാമീണ വികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളത്, ഏതാണ്? നബാർഡ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നബാർഡ് രൂപീകൃതമായത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വർഷമാണ് PSC എക്സാമുകളിലെ നബാർഡ് രൂപീകൃതമായത് എന്നാന്നുള്ളത്. മക്കളെ എന്നാണ്? 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായത്. അപ്പോൾ എന്നാണ് നബാർഡ് രൂപീകൃതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായത്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1 ചോദിച്ചേക്കണ ചോദ്യമാണ്. വർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ RBI പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് എന്നുള്ളത് 1935 ഏപ്രിൽ 1 ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ച മക്കളെ 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഈ വർഷങ്ങളെല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. പുതിയതായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു നോട്ടിലേക്ക് എഴുതി വയ്ക്കാനും ശ്രമിക്കുക. അപ്പോൾ നബാർഡ് രൂപീകൃതമായത് 82 ജൂലൈ 12. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 35 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 ജനുവരി 1 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ. മൊത്തം മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പോഴും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഉപകാരപ്പെടുന്ന ക്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഇത് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ. ഓപ്ഷൻ നോക്കാം. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഏതാണ് ഇതിൻ്റെ അകത്ത് എന്തിൻ്റെ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ? അതിൽ ഗൾഫ് യുദ്ധമുണ്ട്,
വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവുണ്ട്, ഉയർന്ന ഫിസ്ക്കൽ കമ്മിയുണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 1ഉം 2ഉം, 1 മാത്രം, 2ഉം 4ഉം മാത്രം, എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്നത് മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ ഇടകലർന്ന ഒരു മിശ്ര സമ്പദ്ഘടനയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്നത് മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ ഇടകലർന്ന ഒരു മിശ്ര സമ്പദ്ഘടനയാണ് ഫോളോ ചെയ്തത്. എന്നാൽ 1980കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണനിർവഹണം ഇന്ത്യയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോയത്. ഓക്കെ, കൂടാതെ 1991 ഇന്ത്യ വിദേശ കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്തു. വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു ഈ സമയത്ത്. ഓക്കെ, അതേപോലെ തന്നെ 1991 ഗൾഫ് യുദ്ധവും ധനനയത്തിലെ അപാകത മൂലമുള്ള ഉയർന്ന ധനക്കമ്മിയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിച്ചതും പുതിയ നയം രൂപീകരിക്കുന്നതിലേക്ക് വഴിവച്ചു. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുവാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക എന്നതുമായിരുന്നു അതിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. പുത്തൻ സാമ്പത്തിക നയങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. ഒന്ന്, സുസ്ഥിരമാക്കൽ നടപടി, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. അതേപോലെ തന്നെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ, സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ്. അങ്ങനെ പുത്തൻ സാമ്പത്തിക നയങ്ങളെ നമുക്ക് പൊതുവായി രണ്ടായി തരംതിരിച്ചു. സുസ്ഥിരമാക്കൽ നടപടി, അതായത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, അതേപോലെ തന്നെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ, സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് എന്നും രണ്ടായി തരംതിരിക്കാം. സുസ്ഥിരമാക്കൽ നടപടികളുടെ ലക്ഷ്യങ്ങളാണ് അടവു ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക, ടു റെഡ്യൂസ് ദ ഡെഫിസിറ്റ് ഇൻ ബോപ്പ്. അതേപോലെ തന്നെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക, ടു റെഗുലേറ്റ് ഇൻഫ്ലേഷൻ. വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക. ഇതെല്ലാമായിരുന്നു സുസ്ഥിരമാക്കൽ നടപടികളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സുസ്ഥിരമാക്കൽ നടപടിയുടെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടവു ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക, വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ദീർഘകാല നടപടികളാണ്. ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങളാണ് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം. ഇത് ഇങ്ങനെ തന്നെ PSC ചോദിച്ചേണ്ട മക്കളെ, ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കുന്ന സമയത്തെ ഇന്ത്യയിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾക്കനുസൃതമായി ഗവൺമെന്റ് തുടങ്ങി വച്ച പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് LPG എന്നുള്ളത്. അപ്പോൾ ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾക്ക് അനുസൃതമായിട്ട് ഗവൺമെന്റ് തുടങ്ങി വച്ച പുത്തൻ സാമ്പത്തിക നയങ്ങളെയാണ് LPG എന്ന് നമ്മൾ പറയുന്നത്. LPG എന്ന് പറയുമ്പോൾ അറിയാം, ഒന്ന് ഉദാരവൽക്കരണം, അതായത് ലിബറൈസേഷൻ, 2 പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, 3 ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. അപ്പോൾ ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾക്കനുസൃതമായി ഗവൺമെന്റ് നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അതേപോലെ തന്നെ ഘടനാപരമായ പരിഷ്കരങ്ങൾ നയങ്ങൾക്കനുസൃതമായി ഗവൺമെന്റ് തുടങ്ങി വച്ച പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് LPG എന്ന് പറയുന്നത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പോൾ ഇത്രയാണ്
ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിലവിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. അതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നവയാണ്: ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. പുത്തൻ സാമ്പത്തിക നയങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അത് സുസ്ഥിരമാക്കൽ നടപടി എന്നും ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നും ആയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തരംതിരിക്കേണ്ടത്. ആ സമയത്ത് പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുന്ന സമയത്ത് ആരായിരുന്നു ഇവിടുത്തെ നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നുള്ളതും. ആ സമയത്ത് ആരായിരുന്നു, ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഒത്തിരി തവണ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ LDC സ്റ്റേജ് ഓരോ സ്റ്റേജുകളിലും ചോദിച്ചതാണ്. നിങ്ങളെല്ലാവരും ഇതിന്റെ നിലവിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തേക്കുന്നതാണ്, ആൻസർ ചെയ്തേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടേക്കുണ്ടാവും ഈ ഒരു ചോദ്യം എന്നുള്ളത്. റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരാണ് ഗവർണർ എന്നുള്ളത്? ഊർജിത് പട്ടേൽ, D സുബ്ബറാവു, ശക്തികാന്ത ദാസ്, രഘുറാം രാജൻ. ശക്തികാന്ത ദാസ് ആണ്. RBIയുടെ തലവൻ, അതായത് RBIയുടെ ഗവർണറാണ്. RBIയുടെ 25ാമത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തികാന്ത ദാസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ RBIയുടെ 25ാമത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തികാന്ത ദാസ് ആണ്. 24ാമത്തെ ഗവർണറാണ് ഊർജിത് പട്ടേൽ. 23ാമത്തെ ആണെങ്കിൽ രഘുറാം രാജനാണ്. 22ാമതാണെങ്കിൽ D സുബ്ബറാവു. RBIയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുധാ ബാലകൃഷ്ണൻ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു RBIയുടെ 25ാമത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തികാന്ത ദാസ് ആണ്. 24ാമത്തെ ആണെങ്കിൽ ഊർജിത് പട്ടേലാണ്. 23ാമത്തെ രഘുറാം രാജനാണ്. 22ാമത് D സുബ്ബറാവു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ RBIയുടെ 26ാമത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് മൽഹോത്രയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ 26ാമത്തെ ആണ് ആരെന്ന് പറയുന്നത്? സഞ്ജയ് മൽഹോത്ര. 2024 ഡിസംബറിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ചുമതലയേൽക്കുന്നത്. അപ്പോൾ 26ാമത്തെ ഗവർണർ ഇപ്പോഴത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജയ് മൽഹോത്രയാണ്. അപ്പോൾ ഇത് നിലവിലെ ഓപ്ഷൻ വെച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ആൻസർ പറഞ്ഞത്. അതായത് ഊർജിത് പട്ടേലും D സുബ്ബറാവു, ശക്തികാന്ത ദാസ്, രഘുറാം രാജൻ, ഇത്രയാണ് നിലവിലെ റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിൽ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശക്തികാന്ത ദാസ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26ാമത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അത് സഞ്ജയ് മൽഹോത്രയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. RBI ഗവർണർമാരും പ്രത്യേകതകളും PSC എക്സാമുകളിൽ നിരന്തരം ചോദിക്കാറുള്ളതാണ് ഈ ഒരു ചോദ്യം. RBIയുടെ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. 35 to 37 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ RBIയുടെ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. 35 മുതൽ 37 വരെയുള്ള കാലഘട്ടമാണ് ഓസ്ബോൺ സ്മിത്ത്. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ്. 43 മുതൽ 49 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ്. 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണറാണ് CD ദേശ്മുഖ്. അപ്പോൾ 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത്. ഏറ്റവും കുറവ് കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് അമിതാഭ് ഘോഷ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 85 ജനുവരി 15 മുതൽ 85 ഫെബ്രുവരി 4 വരെ. വളരെ ചുരുങ്ങിയ കാലമാണ് അമിതാഭ് ഘോഷ് RBIയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചത്. ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണർ. ഒത്തിരി തവണ ചോദിക്കാറുള്ള ബേസ് ലെവൽ ചോദ്യമാണ്. ഈ പറയുന്ന 10th ലെവലോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനോ LDCക്കൊക്കെ ഇനിയും ചോദിക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ 69,
ആണ് RBI ഗവർണർ. ആരാന്ന് ചോദിച്ചാൽ ലക്ഷ്മി കാന്ത് ഛായ ആണ്. ഓക്കെ, അപ്പോൾ 67 to 70 വരെ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി കാന്ത് ഛായ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. RBI ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. RBI ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. 82 സെപ്റ്റംബർ 16 മുതൽ 85 ജനുവരി 14 വരെ. RBI ഗവർണർ ആകുന്ന ആദ്യ RBI ഉദ്യോഗസ്ഥനാണ് M നരസിംഹം. RBI ഡെപ്യൂട്ടി ഗവർണർ ജനറലായ ആദ്യത്തെ വനിതയാണ് KJ ഉദ്ദേശി എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ എന്താണ് എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ ഗവർണറാണ് രഘുറാം രാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണറാണ് രഘുറാം രാജൻ. ഐ ഡു വാട്ട് ഐ ഡു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഘുറാം രാജന്റെയാണ്. ഐ ഡു വാട്ട് ഐ ഡു എന്ന് പറയുന്ന പുസ്തകം രഘുറാം രാജന്റെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2023 ജൂലൈയിൽ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് സ്വാമിനാഥൻ ജാനകി നായർ എന്ന് പറയുന്നത്. അപ്പോൾ 2023 ജൂലൈ RBIയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമിനാഥൻ ജാനകി നായരാന്നുള്ളത് ഓർത്തു വയ്ക്കുക. നിലവിലെ മറ്റ് ഡെപ്യൂട്ടി ഗവർണർമാരാണ് MD പത്ര, രവിശങ്കർ, അതേപോലെ തന്നെ M രാജേശ്വര റാവു. അപ്പോൾ ആരൊക്കെയാണ് നിലവിലെ മറ്റ് ഡെപ്യൂട്ടി ഗവർണർമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MD പത്ര, രവിശങ്കർ, അതേപോലെ തന്നെ M രാജശേഖര റാവു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ എക്സാം നടക്കുന്ന സമയത്ത്, അതായത് 2024 അപ്പൊ അതുകൊണ്ട് തന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആര് തന്നെയാണ്? ശക്തികാന്ത ദാസ് ആണ് 25ാമത്തെ RBIയുടെ ഗവർണർ. ഇപ്പോഴാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് സഞ്ജയ് മൽഹോത്രയാണ്. അത് 26ാമത്തെ RBI ഗവർണർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞു നിലവില് ഗവർണർമാരും പ്രത്യേകതകളും. അതേപോലെ തന്നെ RBIയുടെ ആദ്യ ഗവർണർ ഒസ്ബോൺ സ്മിത്ത് ആണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ CD ദേശ്മുഖ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. അതേപോലെ തന്നെ ബ്രെട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ബനഗൽ രാമറാവു ആണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇതൊക്കെ ബേസ് ആണ്. ഈ ഐ ഡു വാട്ട് ഐ ഡു എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് വേണമെങ്കിൽ ഇപ്പോഴും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. രഘുറാം രാജനാണ്. അതേപോലെ തന്നെ 2023 ജൂലൈ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമിനാഥൻ ജാനകി നായരാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 19ാമത്തെ ചോദ്യം, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അപ്പോൾ 2022-2023 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമുക്ക് ഒട്ടും സംശയം കൂടാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നിർമ്മല സീതാരാമനാണ്. അപ്പോൾ കാരണം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അതായത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമനാണ്. അങ്ങനെ 8 ബജറ്റാണ് തുടർച്ചയായിട്ട് ആരവതരിപ്പിച്ചേക്കണത്? നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2022 ഫെബ്രുവരി 1. 2025-26 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ? നിർമ്മല സീതാരാമനാണ്. സെയിം ഡേറ്റ് ഫെബ്രുവരി 1. കേന്ദ്ര ബജറ്റ് 2023-24 അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 2023 ഫെബ്രുവരി 1. ദൈർഘ്യം ചോദിച്ചാൽ 87 മിനിറ്റ് ആണ് ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര ബജറ്റ് 2023-24 ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 87 മിനിറ്റ് ആണ്. ഇന്ത്യയുടെ 2023-24 പ്രതിശീർഷ സാമ്പത്തിക വളർച്ച നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 7%. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2 മണിക്കൂറും 42 മിനിറ്റുമായിരുന്നു ബജറ്റിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ
ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ, 2 മണിക്കൂർ 42 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ഫിഹീരുഭായ് പട്ടേലാണ്, 1977. 800 വാക്കുകൾ മാത്രമാണ് ഈ ഒരു ബജറ്റിൽ ഉണ്ടായിരുന്നത്. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. രണ്ടാമത്തെയാണ് നിർമ്മല സീതാരാമൻ. അപ്പോൾ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി, അവതരിപ്പിച്ചത് 1970-71. രണ്ടാമത്തെ ആരാന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയും ആര് തന്നെയാണ്? നിർമ്മല സീതാരാമനാണ്. ഈ ഒരു ചോദ്യം ഉറപ്പായും ഇനിയും ചോദിക്കാം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയാണ് നിർമ്മല സീതാരാമൻ. 8 ബജറ്റാണ് നിലവിൽ അവതരിപ്പിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമനാണ്, 2021-22. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാലനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് ആണെങ്കിൽ നിർമ്മല സീതാരാമനും, കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് KN ബാലഗോപാലനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭരണഘടനയുടെ ആമുഖമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: ഞങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആമുഖം തുടങ്ങുന്നു. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഇതിൻ്റെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം എന്ത് ചെയ്തിരിക്കുകയാണ്? PSC നിലവിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമുക്കിതിൻ്റെ വസ്തുതകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പഠിച്ചു നോക്കാം. അതായത് ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശത്തെയാണ് നമ്മൾ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആമുഖം എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ് ആമുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ്. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 470ഓളം വരുന്ന അനുച്ഛേദങ്ങളുണ്ട്. അതേപോലെ തന്നെ എത്രയാണ്? 25ഓളം ഭാഗങ്ങളുണ്ട്. അതേപോലെ തന്നെ 12ഓളം നമുക്ക് പട്ടികകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നത് ആമുഖം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്നാണ്. അതായത് ഇതിൻ്റെ എല്ലാം ഏറ്റവും ചെറിയ സംക്ഷിപ്ത രൂപമാണ് എന്തെന്ന് പറയുന്നത്? ആമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BN റാവു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ BN റാവു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെയാണെങ്കിൽ എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സിൽ പറഞ്ഞ് പഠിച്ച് സെറ്റായി പോയതാണ് ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറും 7 അംഗങ്ങളെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നതെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം എന്നാന്നുള്ളത്. ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു USA, അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അതായത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതായത് ലക്ഷ്യപ്രമേയം, ഇതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അത് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഈ പറയുന്ന ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്.
ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1947 ജനുവരി 22 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത്. 47 ജനുവരി 22 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത് 47 ജനുവരി 22. ആമുഖത്തിന്റെ വിശേഷണങ്ങളാണ്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമുഖമാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. അപ്പോൾ ഇത് മൂന്നെണ്ണവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആമുഖത്തിന്റെ വിശേഷണങ്ങൾ ഒന്ന് ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ നിയമനിർമ്മാണ കമ്മീഷൻ തയ്യാറാക്കിയ ഭരണഘടന മലയാളം പതിപ്പ് പ്രകാരമാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിരുന്നു. പിന്നെയാണത് എന്തായിട്ട് മാറിയത്? ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ലെവലിലേക്ക് വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി, ഒത്തിരി തവണ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് പറയുന്ന, ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി. ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പു നൽകിയിരിക്കേണ്ട ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മൂന്ന് തരത്തിലുള്ള നീതിയും മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് 1917. അപ്പോൾ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് 1917. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും ലൈക്കും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിതെല്ലാം കഴിഞ്ഞ ഓരോ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും അടുത്ത ചോദ്യങ്ങളായിട്ട് PYQയിൽ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ അത് ഇരിക്കത്തുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെയും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് റിവിഷൻ എന്നുള്ളത് തന്നെയാണ്. കുറേ കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം വലിച്ചു വാരി പഠിച്ച് അവസാനം ഇതൊന്നും റിവിഷൻ ചെയ്യാതിരുന്ന എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാത്രമാണ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും അതിൻ്റെ വ്യക്തമായിട്ടൊരു PDF നോട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും ആക്സസിബിൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ, അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള റിവിഷൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് പിന്നീട് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ക്രാഷ് എന്ന ലെവലിൽ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തു വരുന്ന എക്സാമുകൾക്കൊക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.